AD 11-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ നടന്നതാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം. വിശുദ്ധ കുർബാന നാവിൽ സ്വീകരിച്ച ഒരു വിജാതീയ സ്ത്രീ നാവിൽ നിന്ന് തിരുവോസ്തിയെടുത്ത് തുവാലയിൽ പൊതിഞ്ഞ് തൻ്റെ ഭവനത്തിൽ കൊണ്ടുപോയി. വീട്ടിൽ വെച്ച് തിരുവോസ്തി വറച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് പൊരിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ അത് യേശുവിൻ്റെ മാംസമായി തീരുകയും അതിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങുകയും രക്തം അവളുടെ മേലും ആ ഭവനത്തിൻ്റെ മേലും വീഴാൻ തുടങ്ങി. ഇത് കണ്ട് അവൾ ഭയന്ന് നിലവിളിക്കുകയും ഓടിയെത്തിയ എല്ലാവരും അത്ഭുതം കണ്ട് സ്തബ്ധരാകുകയും ചെയ്തു. ഉടൻ തന്നെ അന്നത്തെ ബിഷപ്പിനെ വിവരമറിയിക്കുകയും തിരുവോസ്തി വിശുദ്ധ ആൻഡ്രൂസിൻ്റെ ദേവാലയത്തിലേക്ക് മാറ്റുകയും ചെയ്തു. വിശുദ്ധ പാദ്രോ പിയോ ഈ അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: ത്രാനി എത്രയോ ഭാഗ്യമുള്ളതാണ്, കാരണം ഈശോയുടെ തിരുരക്തത്താൽ 2 തവണ കഴുകി ശുദ്ധി ചെയ്യപ്പെട്ടതാണ്. 1706 അത്ഭുതം നടന്ന ആ ഭവനം ഒരു ദേവാലയമാക്കി മാറ്റി. 1924 മോൺസിഞ്ഞോർ ജസപ്പെ മരിയ നടത്തിയ പഠനം സഭ അംഗീകരിക്കുകയും ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി അംഗീകരിക്കുകയും ചെയ്തു. പ്രാർത്ഥന. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയെ അവഹേളിതനാക്കിയിട്ടും അങ്ങ് ആ വ്യക്തിയോടും ആ ഭവനത്തോടും കരുണ കാണിച്ചതുപോലെ ഞങ്ങളോടും ഞങ്ങളുടെ ഭവനത്തോടും കരുണ കാണിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.